നിങ്ങൾ എത്ര വലിയ അപരാധം ചെയ്തവരാണെങ്കിലും നിങ്ങൾ ഭയപ്പെടണ്ട. നിങ്ങളുടെ അല്ലാഹ് ആരെന്നറിയുമോ? അല്ലാഹ് പറഞ്ഞത് നബിയേ, പറഞ്ഞു കൊടുക്ക് നബിയേ, പറഞ്ഞു കൊടുക്ക് നബിയേ. ജീവിതത്തിൽ പാപം ചെയ്തവരോട് എന്നോട് പറയാൻ, എത്ര വലിയ പാപം ചെയ്താലും അല്ലാഹു പുറത്തു തരുമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ ഇനി നിങ്ങൾക്കൊരു ചരിത്രം പറഞ്ഞു തരട്ടെ. ചിലപ്പോ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ പാപമാണ്, ഒരിക്കലും അല്ലാഹ് എനിക്ക് പുറത്തു തരില്ല എന്ന് നിങ്ങൾ കരുതരുത്. നിങ്ങളുടെ അല്ലാഹ് ആരെന്നറിയുമോ? മഹാനായ ഇമാം ശാഫി റളിയല്ലാഹു തആല അൻഹു ഒരു ചരിത്രം പറയുകയാ. ഇമാം ശാഫി റളിയല്ലാഹു തആല അൻഹു ഒരു ചരിത്രം പറയുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഏത് ചരിത്രമെന്നറിയുമോ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിനകത്തേക്ക് ഉമർ തങ്ങൾ കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ അകത്തേക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കടന്നു വരികയാ. ഉമർ തങ്ങൾ കരയുന്നുണ്ട്, ഉമർ തങ്ങൾ കരയുന്നുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചോദിക്കുന്നു, ഉമറേ, നീ എന്തിനാ കരയുന്നത്? നിനക്കെന്താണ് സംഭവിച്ചത്? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഒരു ചെറുപ്പക്കാരൻ നിന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. ഒരു ചെറുപ്പക്കാരൻ നിന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. അവന്റെ കരച്ചിൽ കണ്ടിട്ട് കരഞ്ഞതാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ഉമർ തങ്ങൾ പറയുമ്പോ റസൂലുള്ളാഹി തങ്ങൾക്ക് വല്ലാത്ത അത്ഭുതമാവുകയാണ്. ഇതാരാ പറയുന്നത്? കിസ്റയെയും കൈസറിനെയും വിറപ്പിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ഉമർ തങ്ങൾ വരുന്ന വഴിയിലൂടെ ഇബ്ലീസിന് പോലും നടക്കാൻ പേടിയാണ്. അങ്ങനെയുള്ള ഉമറിനെ കരയിപ്പിച്ചതാരാ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ആ ചെറുപ്പക്കാരനെ വിളിച്ചു കൊണ്ടുവരാൻ, ആ ചെറുപ്പക്കാരനെ വിളിച്ചു കൊണ്ടുവരാൻ പറയുകയാ. അള്ളാന്റെ റസൂലിന്റെ മുന്നിലേക്ക് ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുവരപ്പെട്ടു. റസൂലുള്ള ചോദിച്ചു, എന്തിനാ മോനെ കരയുന്നത്? ഒരുപാട് നാളുകൾ കൊണ്ട് നീ കരയുകയാണല്ലോ, എന്താണ് നിനക്ക് സംഭവിച്ചത്? അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുമ്പോ ആ ചെറുപ്പക്കാരൻ പറയുന്നു, യാ റസൂലല്ലാഹ്, അള്ളാന്റെ നബിയേ, എന്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ നബിയേ? എന്റെ നാട്ടിൽ ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ മയ്യത്ത് കുളിപ്പിക്കുവാനും മയ്യത്ത് നമസ്കരിക്കുവാനും കബറടക്കുവാനും ഞാൻ എല്ലാ കാര്യങ്ങൾക്കും അവരുടെ കൂടെ നടക്കുകയാണ്. അവസാനം മയ്യത്ത് നമസ്കാരം കഴിഞ്ഞ് പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണിനകത്ത് മയ്യത്തിറക്കി വെച്ച് പലകയിടത്ത് നിരത്തിയിട്ട് മണ്ണിട്ട് മൂടിയിട്ട് എല്ലാവരും കബറിന്റെ ചാരത്ത് നിന്നും മടങ്ങി പോകുമ്പോ അവസാനം പോകുന്നത് ഞാനാണ് നബിയേ. ഏറ്റവും അവസാനം പോകുന്നത് ഞാനാ. എന്തിനെന്നറിയുമോ? കബറിന്റെ മുകളിൽ അടയാളം വെക്കുകയാ. കബറിന്റെ മുകളിൽ ഒരു അടയാളം വെക്കുകയാണ്. എന്നിട്ട് തിരിച്ച് തന്റെ വീട്ടിലേക്ക് കടന്നുപോയി. പാതിരാത്രി നാട്ടുകാർ മുഴുവനും ഉറങ്ങിക്കിടിയുമ്പോ മണ്ണ് കുടിക്കുന്ന ആയുധവും എടുത്തുകൊണ്ട് അടയാളം വെച്ച കബറിന്റെ ചാരത്ത് പാതിരാത്രി കടന്നു വന്നിട്ട് മണ്ണുകൾ വെട്ടിമാറ്റുകയാണ്, പലകയെടുത്തു മാറ്റുകയാണ്. കബറിനകത്തിറങ്ങിയിട്ട് മയ്യത്തിന്റെ ശരീരത്ത് ധരിപ്പിച്ചിരിക്കുന്ന പുതിയ കഫൻ തുണിയുണ്ടല്ലോ, അതടിച്ചെടുക്കും നബിയേ. കഫൻ തുണികൾ അവിടുന്ന് അടിച്ചെടുക്കുകയാണ്. എന്നിട്ട് കബറിന്റെ മുകളിൽ കയറി പഴയതുപോലെ മണ്ണിട്ട് മൂടിയിട്ട് ഈ കഫൻ തുണി കൊണ്ടുപോയി കഴുകി വൃത്തിയാക്കി പട്ടണത്തിൽ കൊണ്ട് വിൽക്കുന്ന കള്ളനാണ് നബിയേ. എന്റെ നാട്ടിലെ ഖബർസ്ഥാനിൽ കിടക്കുന്ന മയ്യത്തുകൾ നഗ്നരാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ കരഞ്ഞുകൊണ്ട് ഈ ചെറുപ്പക്കാരൻ പറയുമ്പോ റസൂലുള്ള പറഞ്ഞു, അല്ലാഹു നിനക്ക് പുറത്തു തരട്ടെ, അല്ലാഹു നിനക്ക് പുറത്തു തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ അവിടെ നിന്ന് സമാധാനിപ്പിക്കുമ്പോ താഴെ കിടക്കുന്ന മണ്ണുവാരി തന്റെ തലയുടെ മുകളിലിടുകയാ. താഴെ കിടക്കുന്ന മണ്ണുവാരിയിട്ട് തന്റെ തലയുടെ മുകളിലിടുകയാണ്. എന്നിട്ട് കരയുകയാ. അള്ളാന്റെ റസൂല് ചോദിച്ചു, ഇനി എന്തിനാ നീ കരയുന്നത്? യാ റസൂലല്ലാഹ്,
അള്ളാന്റെ നബിയേ, എന്നെക്കാളും ഒരു പാപി ദുനിയാവിലില്ല നബിയേ, എന്നെക്കാളും പാപം ചെയ്ത ഒരാളും ഈ ദുനിയാവിലില്ല നബിയേ. അള്ളാഹു ആർക്ക് പുറത്തു കൊടുത്താലും എനിക്ക് പുറത്തു തരൂല. കാരണം ഞാൻ അത്രയും വലിയ പാപിയാണ്. അള്ളാന്റെ റസൂലിനോട് പറയുമ്പോ പ്രവാചകൻ അവിടെ നിന്ന് ചോദിച്ചു, നീ നിന്റെ ജീവിതത്തിൽ ചെയ്ത പാപമെന്താ? ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, നബിയേ, എന്റെ നാട്ടിലൊരു സ്വാലിഹത്തായ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരിയായ പെണ്ണ് പെടന്നു മരണപ്പെടുകയാ. അവരുടെ മയ്യത്തം കുളിപ്പിച്ചു, കഫം പൊതിഞ്ഞു, പള്ളിയിൽ കൊണ്ടുപോയി നിസ്കരിച്ച് കബറടക്കി. അടയാളം വെച്ച കബറിന്റെ ചാരത്ത് നിന്നും മടങ്ങിപ്പോയി. പാതിരാത്രി എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോ സാധാരണ പോകുന്നത് പോലെ പള്ളിപ്പറമ്പിൽ കടന്നു ചെന്നിട്ട് ആ പെണ്ണിന്റെ കബറിന്റെ മുകളിൽ നിന്ന് മണ്ണ് വെട്ടി മാറ്റി അതിനകത്തിറങ്ങിയിട്ട് ആ പെണ്ണിന്റെ ശരീരത്തെ ധരിപ്പിച്ചിരിക്കുന്ന കഫൻ തുണിയുണ്ടല്ലോ അവിടെ നടിച്ചെടുക്കുകയാ. എന്നിട്ട് കബറിൽ മണ്ണിട്ട് മൂടിയിട്ട് മീസാങ്കല്ലുകൾ നിരത്തി വെച്ചിരിക്കുന്ന മൈലാഞ്ചി ചെടികളുള്ള ആത്മാക്കളുടെ ലോകമായ കബർസാനിലൂടെ ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. കുറച്ചങ്ങ് മുന്നോട്ട് നടന്നു കഴിഞ്ഞപ്പോ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഒരു തുണ്ട് വസ്ത്രം പോലുമില്ലാതെ, ഒരു നൂൽബന്ധം പോലുമില്ലാതെ ഖബറിന്റെ അകത്ത് കിടക്കുന്ന പെണ്ണിനെ എനിക്ക് ഓർമ്മ വന്നു നബിയേ, എനിക്ക് അവളെ ഓർമ്മ വന്നു നബിയേ. രണ്ടാമതും ഓടുകയാ. ഖബറിന്റെ ചാരത്ത് ചെന്ന് മണ്ണുകൾ വെട്ടി മാറ്റി പലകയെടുത്ത് മാറ്റി. എന്നിട്ട് ഖബറിനകത്തിറങ്ങുകയാ. ഖബറിനകത്തിറങ്ങിയിട്ട് ഒരു നൂൽബന്ധം പോലും ഇല്ലാതെ ഖബറിനകത്ത് മരിച്ചു കിടക്കുന്ന പെണ്ണിനെ കണ്ടപ്പോ എനിക്ക് അവളോട് മോഹം തോന്നി നബിയേ, എനിക്ക് അവളോട് ആഗ്രഹം തോന്നി നബിയേ. ഞാൻ അവളെ കേറി പിടിച്ചു നബിയേ. ഉമർ തങ്ങള് താഴെ വീഴുകയാ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൈകാലുകൾ തളർന്നു പോയി. പടച്ചവനെ, കബറിനകത്ത് കിടന്നിട്ട് മയ്യത്തിനെ വ്യഭിചരിച്ചവനാ ഈ ചെറുപ്പക്കാരൻ. അള്ളാഹുവിന്റെ പ്രവാചകനോട് വിടന്ന് പറയുമ്പോ റസൂലുള്ളാഹി തങ്ങളുടെ കണ്ടടത്തിലൂടെ കണ്ണുനീരുകൾ താടിരോമത്തിലൂടെ ഒഴുകാൻ തുടങ്ങി. എന്തൊരു പാപമാ അല്ലാഹ്! കബറിനകത്ത് കിടന്നിട്ട് മയ്യത്തിനെ പോലും വെറുതെ വിടാത്ത മനുഷ്യനാണ് ഈ മനുഷ്യനാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നില് മുത്തുനബി കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അള്ളാന്റെ റസൂല് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഈ ചെറുപ്പക്കാരൻ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അള്ളാന്റെ നബിയേ, ഫഹല്ലി മിനത്ത് തൗബാ, അള്ളാഹു എനിക്ക് പുറത്തു തരുവോ നബിയേ? അല്ല എനിക്ക് പുറത്തു തരുമോ? ആരാ ചോദിക്കുന്നത്? ഖബറിനകത്ത് കിടന്ന മയ്യത്തിനെ വ്യഭിചരിച്ച മനുഷ്യനാട്. അള്ളാന്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയോ? റബ്ബിനോട് ദുആ ചെയ്തടാ. അള്ളാഹുവിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞിട്ട് ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ അള്ളാഹുവിനോട് ഏറ്റു പറഞ്ഞു. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. എനിക്ക് നിങ്ങളോടും പറയാനതാവുള്ളത്, നിങ്ങൾ അത്ര വലിയ പാപം ചെയ്തവരല്ലല്ലോ, പിന്നെ എന്തിനാ പേടിക്കുന്നത്? റബ്ബിനോടൊന്ന് പറഞ്ഞുകൂടെ? അള്ളാഹുവിനോടൊന്ന് പറഞ്ഞുകൂടെ? പലരും പറയും, ഉസ്താദേ, ഞാൻ ദുആ ചെയ്താ സ്വീകരിക്കുന്നില്ലല്ലോ. എടാ, സ്വീകരിക്കാത്തതിന്റെ കാരണം എന്തെന്നറിയോ? വെറുതെ കിടന്ന് വിളിച്ചു കൂവിയിട്ട് കാര്യമില്ല. പറയേണ്ടത് പോലെ പറ ചെറുപ്പക്കാരാ, പെങ്ങള് പറയേണ്ടത് പോലെ പറ പൊന്നുമോള്. പൊറുക്കന്റെ പാപം സ്വയ്യിദി വെറുക്കാതെ പൊറുക്കുന്നവനാരുണ്ട് നീയല്ലാതെ.
ഇഹലോക ആർഭാടങ്ങളെന്നെ വലച്ചതാ, നഫ്സെന്നെ ഉന്തി തെള്ളി വിട്ടു ചതിച്ചതാ, അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബേ നിന്നെ, അതുകൊണ്ട് ആട്ടരുതിലാഹേ എന്നെ. അള്ളാനോട് പറയേണ്ടത് പോലെ പറഞ്ഞോ, അള്ളാനോട് പറയേണ്ടത് പോലെ പറഞ്ഞോ. അള്ളാനോട് പറയേണ്ടത് എന്തെന്നറിയുമോ? പൊറുക്കന്റെ പാപം സയ്യിദി വെറുക്കാതെ പൊറുക്കുന്നവനാരുണ്ട് നീ അല്ലാതെ. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പാപം പൊറുക്കുന്നവൻ നീയാ അല്ലാഹ്. നീ എന്റെ റബ്ബാണ്, നീ എന്റെ റബ്ബാണ്, ഞാൻ നിന്റെ അടിമയാണ്. അല്ലാഹുവേ, അടിമ യജമാനനോടല്ലാതെ ആരോട് പറയാനാ അല്ലാഹ്? പെട്ടുപോയി റബ്ബേ, പെട്ടുപോയി റബ്ബേ, ശൈത്താൻ ചതിച്ചതാ. അള്ളാഹിനോട് ദുആ ചെയ്യേണ്ടത് വെറുതെ കിടന്ന് വിളിച്ചു വീട്ട് കാര്യമൊന്നുമില്ല. പറയേണ്ടത് പോലെ അള്ളാഹിനോട് പറയണം. കള്ളു കുടിച്ചിട്ട് നീ നിന്റെ ജീവിതത്തിൽ പറ്റിപ്പോയ പാപം അള്ളാഹിനോട് പറയണം. പടച്ചവനെ, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പൊറുക്കുന്നവൻ നീയാ, നീ അല്ലാതെ ഈ ലോകത്ത് വേറെ ആരുമില്ലല്ലാ. പടച്ചവനെ, പറ്റിപ്പോയി റബ്ബേ. സാഹചര്യം, സന്ദർഭം, ഇബിലീസ്, നഫ്സ് എല്ലാരും ഞങ്ങളെ കൊണ്ട് ചതിച്ചതല്ല, അല്ലാതെ അല്ല ധിക്കാരത്തോടു കൂടി ചെയ്തതല്ല. പടച്ചവനെ, നീ ഞാൻ ചെയ്യുന്നത് നീ കണ്ട എനിക്കൊരു ചുക്കുമില്ല എന്ന് പറഞ്ഞിട്ട് ചെയ്തതല്ല അല്ല, പെട്ടുപോയതാ അല്ല, നീ എനിക്ക് പുറത്തുതാ. പറയേണ്ടത് പോലെ അള്ളഹാനോട് പറ, അല്ലാതെ നിലവിളിക്കണ്ട, വിളിച്ചു കൂവണ്ട. നമുക്കങ്ങനെയാണല്ലോ, നിലവിളിയും ബഹളവും ഉണ്ട്. നമ്മുടെ ദുആ അങ്ങനെ ചെയ്യാൻ പാടില്ല. കടന്നു വിളിച്ചു കൂവരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെ നിന്നൊരു സ്വഹാബി ഇരുന്ന് വലിയതായിട്ട് ദുആ ചെയ്യാ, പൊട്ടിക്കരഞ്ഞിങ്ങനെ നിലവിളിച്ച് ദുആ ചെയ്യാ. അപ്പോഴാ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആ ചെറുപ്പക്കാരനോട് പോയി പറയാൻ, അവൻ വിളിക്കുന്ന റബ്ബിന് ചെവി കേൾക്കുമെന്നൊന്ന് പറയാൻ. നമ്മളെങ്ങനെ നാട്ടുകാർ കേൾക്കണം നമ്മുടെ ദുആ, കുടുംബസമേതം ഇരുന്നിട്ട് ദുആ ചെയ്യണത് അയൽവാസി പോലും കേൾക്കണം, വിളിച്ചു പോവുക, അങ്ങനെ ആവശ്യമൊന്നുമില്ല. പറയുന്നത് ഒരു വാക്കാണെങ്കിലും അതിൽ ആത്മാർത്ഥത വേണം, അതിനകത്ത് ഇഖ്ലാസ് വേണം. മണിക്കൂറുകളൊന്നും ദുആ ചെയ്യണ്ട. പറയുന്നത് ഒരു വാക്കാണെങ്കിലും അതിനകത്ത് ഇഖ്ലാസ് ഉണ്ടെങ്കിൽ അത് എന്തിനാ ഒരു അസ്തഗ്ഫിറുല്ലാ പറഞ്ഞാൽ പോരെ? നിന്റെ ജീവിതത്തിൽ പറ്റിപ്പോയ പാപം പൊറുക്കണമെങ്കിൽ ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥമായിട്ട് ഒരു അസ്തഗ്ഫിറുല്ലാ പറഞ്ഞാൽ മതി. നിന്റെ പാപം മുഴുവനും അള്ളാഹു പുറത്തു തരും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഒരുപാട് നിലവിളിക്കേണ്ട കാര്യമൊന്നുമില്ല. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, കൊച്ചാപ്പാടെ പേരല്ല ഞാൻ പറഞ്ഞ്, ഒരു നബിയുടെ പേരാ പറഞ്ഞ്. നിന്റെ വിചാരിക്കുന്നു ഏതോ ഇബ്രാഹിമിന്റെ മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം. മൂസാ നബിയുടെ മുന്നിൽ ജനങ്ങൾ വന്നിട്ട് പറഞ്ഞു, നബിയെ, മഴയില്ല, വെള്ളമില്ല, വലിയ ക്ഷാമം, ആർക്കും, മനുഷ്യനും കുട്ടികൾക്കും മൃഗങ്ങൾക്ക് പോലും കുടിക്കാൻ വെള്ളമില്ല, അതുകൊണ്ട് നിങ്ങളൊന്ന് ദുആ ചെയ്യ്. മൂസാ നബി അലൈഹിസ്സലാം ജനങ്ങളോട് പറഞ്ഞു, ഒരു ദിവസം നിങ്ങളൊക്കെ ഇന്ന ഗ്രൗണ്ടിൽ കൂടാൻ പറഞ്ഞു. ഒരു ഗ്രൗണ്ടിൽ കൂടാൻ പറഞ്ഞു. അങ്ങനെ ദുആ ചെയ്യേണ്ട ദിവസം മൂസാ നബി അലൈഹിസ്സലാം കടന്നുപോയപ്പോ 70,000-ഓളം വരുന്ന ജനങ്ങൾ ഉണ്ടായിരുന്നെന്നാ ചരിത്രം പറയുന്നത്. 70,000-ഓളം വരുന്ന ജനങ്ങൾ ഒരു മജ്ലിസിൽ ഒരുമിച്ച് കൂടി. മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തു, പടച്ചോനെ, നീ ഞങ്ങൾക്ക് മഴ തരണേ അല്ലാ, വെള്ളമില്ല അല്ലാ. മൂസാ നബി ദുആ ചെയ്തപ്പോ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു പറഞ്ഞു, മൂസാ, ദുആ സ്വീകരിക്കൂല, നീ ദുആ ചെയ്താ സ്വീകരിക്കൂല. എന്തേ അല്ലാ? ഈ ഇരിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ 40 കൊല്ലമായിട്ട് എന്നെ മറന്നു നടക്കുന്ന ഒരുത്തൻ ഇരിപ്പുണ്ട്. 40 വർഷക്കാലമായിട്ട് എന്നെ ധിക്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ഈ മജ്ലിസിൽ ഇരിക്കുന്നുണ്ട്. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാതെ ഈ ദുആയ്ക്ക് ഉത്തരമുണ്ടാകില്ല. മൂസാ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് തൻ്റെ മുന്നിലിരിക്കുന്ന 70,000-ഓളം വരുന്ന ജനങ്ങളോട് വിളിച്ചു പറഞ്ഞു, ഈ കൂട്ടത്തിൽ 40 കൊല്ലമായിട്ട് അള്ളാഹുവിനെ മറന്ന് നടക്കുന്ന ഒരു മനുഷ്യൻ ഇരിപ്പുണ്ട്, അവൻ എഴുന്നേറ്റ് പോകണം. അവൻ എഴുന്നേറ്റ് പോയാലേ മഴ പെയ്യത്തുള്ളൂ, എഴുന്നേറ്റ് പോകണം. മൂസാ നബി അലൈഹിസ്സലാം ഇത് പറയുമ്പോൾ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക, ആരാ അല്ലാ ഈ ഇത്രയും വലിയ മോശക്കാരൻ? 40 കൊല്ലമായിട്ട് അള്ളാഹുവിനെ മറന്നു നടക്കുന്ന ഈ മനുഷ്യനാരാ? എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ ഈ 40 കൊല്ലമായിട്ട് അള്ളാനെ മറന്നു നടക്കുന്നവനും ആ കൂട്ടത്തിലുണ്ട്. ഓം വിചാരിച്ചു, അല്ലാ എന്നെ കുറിച്ചാണല്ലോ ഈ പറയണേ, ഞാനിപ്പോ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയാൽ എല്ലാവരും എന്നെ അറിയും, ഞാൻ നാണം കെടും, ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, എല്ലാവരുടെ മുന്നിൽ ഞാൻ നാണം കെട്ടുപോകും. പടച്ചവനെ, അള്ളാഹുവേ, ഇനി എഴുന്നേറ്റ് പോകാതിരുന്ന മഴയും പെയ്യൂല,
അപ്പൊ ഈ മനുഷ്യൻ ചിന്തിച്ചു, ഞാൻ ഇത്രയും വലിയ വൃത്തികെട്ടവനാണോ, ഞാൻ ഇത്രയും വലിയ പാപിയാണോ, ഇത്രയും വലിയ മോശക്കാരനാണോ? ആ മനുഷ്യനൊരു കുറ്റബോധം തോന്നി. ആ മനുഷ്യൻ, ചരിത്രം പറയുന്നു, ആ മനുഷ്യനൊരു കുറ്റബോധം തോന്നി. ഈ മനുഷ്യൻ 2 മുട്ടുകാലിലേക്ക് തൻ്റെ തല താഴ്ത്തി വെച്ചു. തൻ്റെ മുഖം ഇങ്ങനെ മണ്ണിലേക്ക് നോക്കുന്ന രീതിയിൽ ഇങ്ങനെ തല താഴ്ത്തി വെച്ചു. എന്നിട്ട് ഈ മനുഷ്യൻ അള്ളാഹുവിനോട് പറഞ്ഞു, പടച്ചവനെ, ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയി റബ്ബേ, ഇന്നുവരെ ഞാൻ ചെയ്തത് മുഴുവനും പാപമാണ്. എങ്ങനെയാണ് ഇത് നിന്നോട് എടുത്തു പറയേണ്ടതെന്ന് പോലും എനിക്കറിയില്ല, എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയില്ല അല്ലാ, ഞാൻ അത്രയ്ക്കും പാപം ചെയ്തവനാ. ഈ മനുഷ്യൻ അള്ളാഹുവിനോട് പറയുകയാ, പടച്ചവനെ, ഇനി ഒരിക്കലും ഞാൻ ചെയ്യില്ല അല്ലാ, അല്ലാഹുവേ, ഇനി ഒരിക്കലും ഞാൻ ചെയ്യില്ല അല്ലാ. ഈ മനുഷ്യൻ അല്ലാഹുവിനോട് തന്റെ തല താഴ്ത്തി വെച്ചിട്ട് പറയുന്നു, അല്ലാ, ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയി റബ്ബേ, അല്ലാഹുവേ, ഈ ചെയ്ത പാപം എങ്ങനെയാണ് നിന്റെ മുന്നിലേറ്റു പറയേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. അതുകൊണ്ട് നാഥാ, ഇനി ഒരിക്കലും ചെയ്യില്ല അല്ലാ, ഇനി ഒരിക്കലും ചെയ്യില്ല അല്ലാ. ഈ മനുഷ്യനടുത്തിരുന്ന ആളുപോലും കേൾക്കാതെ റബ്ബിനോട് പറയുകയാണ്, ഇനി ഒരിക്കലും ചെയ്യില്ല തമ്പുരാന്. എന്നിട്ട് ആ മനുഷ്യൻ അല്ലാഹുവോട് പറയുന്നു, നാഥാ, എന്റെ തൗബ നീ സ്വീകരിച്ചാൽ, എന്റെ തൗബ നീ സ്വീകരിച്ചാൽ മഴ തരണേ അല്ലാ, മഴ തരണേ അല്ലാ. ഈ പാപിയായ മനുഷ്യൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോ ആകാശത്ത് കാർമേഘങ്ങൾ കടന്നു വരികയാണ്. ജനങ്ങൾ മുഴുവനും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. ആകാശത്ത് നിന്ന് മഴത്തുള്ളികൾ ഭൂമിയുടെ മടിത്തട്ടിലേക്ക് പെയ്തിറങ്ങുകയാണ്. അല്ലാഹുവേ, ജനങ്ങൾ മുഴുവനും സന്തോഷത്തോടെ തന്റെ വീടുകളിലേക്ക് ഓടുകയാണ്. പക്ഷേ മൂസാ നബി ചിന്തിക്കുന്നു, അല്ലാ, ഇവിടെ നിന്ന് ആരും എഴുന്നേറ്റ് പോയില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് മഴ പെയ്തത്, പിന്നെ എങ്ങനെയാണ് മഴ പെയ്തത്? അതാ വരുന്ന മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം എന്നിട്ട് പറയുന്ന, മൂസ നബിയേ, ആ മനുഷ്യന് തൗബ ചെയ്തതിന്റെ സന്തോഷത്തിൽ അല്ലാഹു മഴ തന്നതാണ് നബിയേ. എന്റെ പ്രിയപ്പെട്ടവരെ, പറയുന്നത് ഇഖ്ലാസ് ഉണ്ടോ? പറയുന്നത് ചെറിയ വാക്കാണെങ്കിലും അതിനകത്ത് ഇഖ്ലാസ് ഉണ്ടെങ്കിൽ നിന്റെ ദുആയിക്ക് ഉത്തരമുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിന്റെ മലക്കുകളെ നിനക്കും നിന്റെ കുടുംബത്തിനും സ്വർഗം കിട്ടുന്നതിന് വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന ഒന്നാമത്തെ വിഭാഗമാരാ? ജീവിതത്തിൽ പറ്റിപ്പോയ പിഴവുകളുണ്ടല്ലോ, അല്ലാഹുവിനോട് പശ്ചാത്തപിക്കുന്നവരാ, അല്ലാഹുവിനോട് എടുത്തു പറയുന്നവരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ജീവിതത്തിൽ പറ്റിപ്പോയ പാപങ്ങളെ പടച്ച റബ്ബിന്റെ മുന്നിൽ പറയാ നാണം വേണ്ട, മടി വേണ്ട, ലജ്ജ വേണ്ട. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ മുന്നിൽ പറയണം, പാപങ്ങൾ ഓരോ നെണ്ണി നീ കരയേണ്ടതാ, വിജനസ്ഥലം മതി നേറ്റവും പറ്റുന്നതാ. നീ ചെയ്ത തെറ്റിൻ്റെ ആഴമോർത്തിട്ടുണ്ടടാ നടി, നിറയട്ട മണ്ണാൽ നിന്റെ മുഴുവൻ തലമുടി. ഇത് കണ്ടു നിന്നോ ഡലിവ് റബ്ബിനു തോന്നണം, പടിവാതിലൊഴിയാ ദെവിടെയും നീ കരയണേ. അതുകൊണ്ട് അല്ലാഹുവിന്റെ മുന്നിൽ കള്ള് കുടിച്ചെങ്കിൽ കുടിച്ചെന്ന് പറ, വ്യഭിചരിച്ചെങ്കിൽ വ്യഭിചരിച്ചെന്ന് പറ, നിസ്കാരം മുടക്കിയെങ്കിൽ മുടക്കിയെന്ന് പറ, ജീവിതം തുലച്ചെങ്കിൽ തുലച്ചെന്ന് പറ, മോഷണം നടത്തിയെങ്കിൽ മോഷണം നടത്തിയതെന്ന് പറ, അഹങ്കാരം കാണിച്ചെങ്കിൽ അഹങ്കാരം കാണിച്ചെന്ന് പറ. ജീവിതത്തിൽ പറ്റിപ്പോയ പാപം പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് നീ അല്ലാഹുവിന്റെ മുന്നിൽ തൗബ ചെയ്ത് മടങ്ങിയ അല്ലാഹുവിന്റെ
അല്ലാഹുവിന്റെ മലക്കുകളുടെ ദുആ നിനക്ക് ലഭിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ടവരെ, വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ വിഭാഗം ആരെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറഞ്ഞു തരികയാ. രണ്ടാമത്തെ വിഭാഗമാരാ? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലല്ലാലീൻ. രണ്ടാമത്തെ വിഭാഗം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നാമത്തെ വിഭാഗം ജീവിതത്തിൽ പറ്റിയ പാപം അല്ലാഹുവിന്റെ മുന്നിൽ പറഞ്ഞ് തൗബ ചെയ്ത നീ രക്ഷപ്പെടും. നിനക്ക് വേണ്ടി മലക്കുകൾ ദുആ ചെയ്യും. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. 2, പള്ളിയിലെ ഇമാമ് ഫാത്തിഹ ഓതി വലല്ലാലീൻ ആമീൻ എന്ന് പറയുന്ന സമയം, ഇമാമ് ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ ആമീൻ പറയുമല്ലോ. ആ ആമീൻ പറയുന്ന സമയം നിന്റെ ആമീനും അള്ളാഹുവിൻ്റെ മലക്കുകളുടെ ആമീനും യോജിച്ച നീ രക്ഷപ്പെട്ടു. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. ഇമാമ് ഫാത്തിഹ ഓതുവല്ലോ, ഫാത്തിഹ ഓതിയിട്ട് വലല്ലാലീൻ, ഇമാമ് ആമീൻ പറയണതിന് മുമ്പേ നമ്മൾ പറയും. ഇമാമ ആമീൻ പറയണതിന് മുമ്പേ നമ്മൾ പറയും. നമുക്ക് സ്പീഡ് കൂടുതലാ. ഉസ്താദ് പറയേണ്ട അതിനു മുമ്പേ. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഇമാമ് റുക്കൂയിൽ നിന്ന് എഴുന്നേറ്റിട്ട് നിൽക്കുമ്പോൾ തന്നെ സുജൂദി കിടക്കണ വാക്കാമരില്ലേ? ഇമാമ് റുക്കൂയിൽ നിന്ന് എഴുന്നേറ്റ് സമയം അല്ലാഹു ലിമൻ ഹമിദ നിൽക്കുമ്പോഴത്തേക്ക് തന്നെ ദാ താഴെ പോയിട്ട് കിടക്ക. ഇമാമ് പുറകെ വരുന്നുണ്ട്, സുജൂദിന് പോയി കാത്തു കിടക്ക. പാവം. എന്ത് നിസ്കാരം! അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മുടെ നിസ്കാരം കണ്ടിട്ട് ഇബിലീസ് തന്നെ നോക്കുക, ഇവ എന്താ അല്ലാഹ് ചെയ്യണേന്ന്. നമ്മുടെയൊക്കെ നിസ്കാരം കണ്ടിട്ടെ ഇബിലീസിന് തന്നെ ചിരിയാ വരണേ. ഇവ ഈ അള്ളാനെ കളിയാക്കുന്ന കണ്ടിട്ട് അവൻ തന്നെ നിന്ന് ചിരിക്കുക. അങ്ങനത്തെ നിസ്കാരമാണ് നമ്മുടെ നിസ്കാരം. നമുക്കറിയില്ല എൻ്റെ വില. എടാ, ഇങ്ങനെ ഇമാമിന് മുമ്പേ പോകുന്നവൻ നാളെ പരലോകത്ത് പന്നിയുടെ കോലത്തിലെങ്ങാണ്ട വരുമെന്നാ. പന്നിയുടെ കോലത്തിൽ നമ്മുടെ നിസ്കാരം അറിയാലോ അല്ലേ? ഫവൈലുൽ ലിൽ മുസല്ലീൻ, വൈലെന്ന് പറയണ നരകം നിസ്കരിക്കുന്നവനെന്നാ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ നിസ്കാരം പറയാതിരിക്കലാ നല്ലത്. നമ്മുടെയൊക്കെ നിസ്കാരം എന്ന് പറഞ്ഞാൽ കോമഡി. അള്ളാനെ ഇങ്ങനെ കളിയാക്ക, അള്ളാടെ മുന്നിൽ പോയി നിന്നിട്ട് അള്ളാനെ കളിയാക്കുന്നവരാ നമ്മൾ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നിസ്കാരം നമുക്ക് കളിയാ സഹോദര. തമാശ, ഓടി ചെല്ലുക, കാക്ക കൊത്തുന്ന പോലെ കൊത്ത ഓടുക, ഇറങ്ങി. ഇതൊക്കെ നമ്മുടെ നിസ്കാരം. നിസ്കാരത്തിൻ്റെ വിലയും അതിടാ. മനുഷ്യ, നിനക്കറിയോ നിസ്കാരം എന്ന് പറഞ്ഞാൽ? ഒരാൾ മുസല്ലയിൽ 2 റക്അത്ത് നിസ്കരിച്ചിട്ട്, നാളെ ഒരു മനുഷ്യൻ രാവിലെ പോയി സുബഹി നിസ്കരിച്ചിട്ട് നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ മലക്കുകൾ അവനെ കെട്ടിപ്പിടിക്കും. അള്ളാന്റെ മലക്കുകൾ അവനെ കെട്ടിപ്പിടിച്ചിട്ട് പറയും, നീ സ്വർഗത്തിന്റെ അവകാശിയാ. ഒരാൾ നിസ്കാരം കഴിഞ്ഞ് നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ മലക്കുകൾ അവന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയും, നിന്റെ പേര് സ്വർഗത്തിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട്, നീ മരിച്ച സ്വർഗത്തിലാ, നീ പൊക്കോ എന്ന് പറഞ്ഞിട്ടാ പറഞ്ഞുവിടാ. ചിലരോട് പറയും, എടാ നശിച്ചവനെ, നിന്റെ പേര് നരകത്തിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ടടാ, അടുത്ത വക്കത്തിന് മുമ്പ് നീ തീർന്ന നീ നരകത്തിലാ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഇത് പറഞ്ഞിട്ടാ മലക്ക് വിടുന്നത്. അതാ നിസ്കാരം. നമുക്ക് കളി. നമുക്ക് നിസ്കാരം എന്ന് പറഞ്ഞാൽ കളിയാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഇസ്ലാമിൻ്റെ 2ാമത്തെ ഖലീഫയാ ഉമർ തങ്ങൾ മസ്ജിദുൻ നബവിയിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാ. ഖലീഫയാ. ഞാൻ ഇരുന്ന് പ്രസംഗിച്ചോട്ടെപ്പാ. നമ്മ 2 കാലിന് നല്ല നീരുണ്ട്, എന്തൊക്കെയോ ബുദ്ധിമുട്ട്. എനിക്ക് എന്തോ ചെറുതായിട്ട് തല ഒരു ബുദ്ധിമുട്ട്. ഇരുന്നോട്ടെ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു 3 സ്വലാത്ത് പറഞ്ഞേ. സ്വല്ലല്ലാഹു. ഈ മൈക്ക് വെച്ച് തരുമോ വാമൻ?
കാല് രണ്ട് നല്ല നീരുണ്ട്. ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോൾ എല്ലാം കൂടുതലാണ്. കൊളസ്ട്രോള് എല്ലാം കൂടുതലായിട്ട്. അതാണ് നമ്മുടെ അവസ്ഥ. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. സമയമാകുമ്പോൾ മരിക്കുമല്ലോ. എപ്പോഴാണ് മരിക്കേണ്ടതെന്ന് വെച്ചാൽ സമയമാകുമ്പോൾ മരിക്കും. അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. നിങ്ങളൊക്കെ മരിക്കുമോ? വിശ്വാസം ഉണ്ടാ? കൈ പൊക്കിക്കേ. കൈ പൊക്കിയാലും പൊക്കിയില്ലെങ്കിൽ ആര് പൊക്കും? അസ്രായേൽ പൊക്കും. നീ വേണമെങ്കിൽ പൊക്ക്. നമുക്കൊക്കെ അങ്ങനെ ഒരു ചിന്തയുണ്ട്. നമുക്ക് മരിക്കും എന്നുള്ളൊരു ചിന്തയുണ്ട്. നമുക്കില്ല. നമുക്ക് മരിക്കേണ്ടവരാണെന്നുള്ള ചിന്ത നമ്മളിൽ അധികം പേർക്കും ഇല്ല. ഉണ്ടെന്നൊക്കെ പറയല. എൻ്റെ പൊന്നാര ചങ്ങാതി, എപ്പോൾ എവിടെ വെച്ചാൽ വരുന്നെന്നറിയില്ല. അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. മരണത്തിന് വല്ല അടയാളം ഉണ്ടോ? ഉണ്ടോ? നിങ്ങളെന്ത് എന്നെ ഇങ്ങനെ നോക്കണം? ഉണ്ടോ? മനുഷ്യ മരണത്തിന് അടയാളമുണ്ട്. ആരാ പറഞ്ഞില്ല എന്ന്? ചുമ്മാതെ പറയും പെട്ടെന്ന് മരിച്ചു പോയെന്ന്. ആര് പറഞ്ഞു പെട്ടെന്ന് മരിച്ചു പോയെന്ന്? അങ്ങനൊന്നും ഇല്ല. മരണത്തിന് അടയാളം ഉണ്ടടാ ചങ്ങായി, പഠിക്ക്. ഒന്നല്ല 3 ഉണ്ടല്ലോ. മരണത്തിന് ഈ അടുത്ത് ഞാനൊരു വീട്ടിൽ പോയപ്പോൾ പറഞ്ഞു, ഉസ്താദേ ഈ വീട്ടിലെ ചെറുപ്പക്കാരൻ പെട്ടെന്ന് മരിച്ചുപോയി. ഞാൻ ചോദിച്ചു എത്ര വയസ്സുണ്ട്? 55 വയസ്സ് ചെറുപ്പക്കാരന്. അപ്പം ചെറുപ്പക്കാരൻ എത്ര വയസ്സാപ്പാ? എടാ 55 വയസ്സുള്ളവൻ ചെറുപ്പക്കാരനാണെങ്കിൽ ഈ 35 വയസ്സുകാരൻ എന്ത് പറയും? കുട്ടി എന്ന് പറയുമോ? 40 വയസ്സ് കഴിഞ്ഞവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. പെണ്ണ് കെട്ടിക്കാനൊന്നും അല്ല, പൊക്കിക്കേ. തീരുമാനമായി. സുബ്ഹാനല്ലാഹ്. നിങ്ങളുടെ കാര്യം പോയിട്ടാ, നിങ്ങളുടെ കാര്യം പോയി. നിങ്ങൾ സൂക്ഷിക്കണം. 40 കഴിഞ്ഞവർ സൂക്ഷിക്കണം. 39കാരനെ പോലെയല്ല നീ. 40 വയസ്സ് കഴിഞ്ഞാൽ തെറ്റിന് ഇരട്ടിയാടി. നിങ്ങൾ ഓർത്തു വെച്ചോ, 40 വയസ്സ് കഴിഞ്ഞാൽ അവൻ ചെയ്യുന്ന ശിക്ഷയ്ക്ക് ഇരട്ടി, അവൻ ചെയ്യുന്ന തെറ്റിന് ഇരട്ടി ശിക്ഷയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സുലൈമാൻ നബി ഓതിയ ഒരു ആയത്തുണ്ട്. ഇത് ഓതിയിട്ട് നടക്കണമെന്ന് നിങ്ങളൊക്കെ. എടാ 39 വയസ്സുകാരൻ ചെയ്താൽ പറയും ഓന് പക്വത എത്തിയില്ലെന്ന്. 40 കഴിഞ്ഞാൽ പിന്നെ നന്നായില്ലെങ്കിൽ പോയി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. മരണത്തിൻ്റെ അടയാളം പറഞ്ഞു തരട്ടെ? ധൈര്യം ഉണ്ടാ? അറ്റാക്കൊന്നും വരത്തില്ലല്ലോ. ശരി, ഞാൻ പറഞ്ഞു തരാം. ഇവിടെ അങ്ങനെ കബർ നേരത്തെ വെട്ടിയിടുവോ? എത്ര എണ്ണമൊക്കെ ഉണ്ടാവും? 2 എണ്ണേ ഉള്ളോ? പറ്റുമെങ്കിൽ പോയി വെട്ടിക്കോ. നിനക്ക് തന്നെ പറഞ്ഞാൽ നീ തന്നെ വെട്ടിയിട അളവിന്. നാളെ തന്നെ പോയി കഫൻ തുണിയൊക്കെ വാങ്ങണം കേട്ടാ. ചിലപ്പോൾ നിന്റെ നീളത്തിന് കിട്ടിയില്ലെങ്കിലോ. താത്താമാരൊക്കെ ഇവിടെ ടൗൺ ഏതാ ഉള്ളത്? പേരാമ്പ്ര ഏതാ? ഏത് നല്ല ടൗൺ ആണെങ്കിലും പോയി കഫൻ തുണി വാങ്ങിച്ചു വെച്ചോ. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. ഇവിടെ എന്തിപ്പോൾ താത്താമാർ വിളമ്പണത്? അടികൊള്ളുന്നത് ചെണ്ട, പണം വാങ്ങുന്നത് മാരാര്. വഴുതു പറയണ ഉസ്താദിന് പച്ചവെള്ളം, കേൾക്കാൻ വന്നതിന് ചായം കടിയും. ബക്കറ്റ് അവിടെ വെച്ചിട്ടിരുന്നു. ആദ്യം അടയാളം കേക്ക്, പിന്നെ ബക്കറ്റ് ഇങ്ങിതാ ബക്കറ്റ് ഇങ്ങ് കൊണ്ടുപോവാ. ആദ്യം പള്ളിക്കുഴി പോയാൽ സമയമായോ നോക്കാം. ഇങ്ങിതാ ബിസ്മില്ല, അവിടെ പോയി ഇവിടെ കയറി ഇരുന്നു. ഷാദ് ബക്കറ്റ് വരുമ്പോഴല്ലേ ഓടാൻ പറ്റൂ. അസറായിൽ വരുമ്പോൾ ഓടാൻ പറ്റൂലല്ലോ. റെഡിയല്ലേ? നിങ്ങൾ എന്താ കേക്ക് മനുഷ്യ? റെഡിയല്ലേ? ഈ ഗർഭിണി പെണ്ണുങ്ങൾ ഇരിക്കണ പോലെ ഇരിക്കാതെ നേരെ ഇരുന്നേ. ഇതിലെ പ്രസവ വാർഡിൽ വെട്ടിയിട്ടതുപോലെ ഇരിക്കാതെ നേരെ ഇരിക്കുക. മരണത്തിൻ്റെ അടയാളം പറയണേ. ഇനി നിൽക്കണോ ഇരിക്കണോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഞാൻ വെറുതെ പറഞ്ഞതല്ല. മരണത്തിൻ്റെ ഒന്നാമത്തെ അടയാളം എന്തെന്നറിയോ? നിങ്ങളുടെ തലയിലും താടിയിലെയും കറുത്ത രോമങ്ങൾക്കിടയിൽ ഈ എവിടെയെങ്കിലും ഒരു വെള്ള കാണുന്നുണ്ടെങ്കിൽ, ഒരു വെള്ള രോമം നിന്റെ താടിയിലും നിന്റെ തലയിലും ഉണ്ടെങ്കിൽ അത് നിന്റെ ഒടുക്കത്തെ യാത്രയുടെ അടയാളമാ. ഒരുങ്ങിക്കോ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. എന്താ അടയാളം? ഒരു രോമം നരച്ചിട്ടുണ്ടോ നിന്റെയൊക്കെ തലയിലും താടിയിലും? പുറകോട്ടൊന്നും നോക്കണില്ല, കാരണം എല്ലാം വെട്ടാൻ നിർത്തിയിരിക്കുക. ഒരു രോമം നരച്ചിട്ടുണ്ടോ നിന്റെ തലയിലും നിന്റെ താടിയിലും? ബയാദു ശഅരിക ബഅദ സവാദി. നിന്റെ ഒരു രോമമെങ്കിലും നരച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ വെറുതെ പറഞ്ഞതല്ല. മഹാനായ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരു മനുഷ്യനെ കൂലിക്ക് നിർത്തി. എന്തിനെന്നറിയോ? മരിക്കുമെന്ന് പറയാൻ വേണ്ടി മാത്രം. ചിരിക്കുന്നത് കണ്ടാ വന്നിട്ട് പറയും, ഉമറ നീ മരിക്കും കേട്ടോ എന്ന് പറയാൻ വേണ്ടി മാത്രം ഒരാളെ പൈസ കൊടുത്ത് നിർത്തി. ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, നിന്നെ പിരിച്ചുവിട്ടിരിക്കുന്നു. ഞാൻ എന്ത് തെറ്റ് ചെയ്തതിൻ്റെ പേരില്ല. നീ ഒരു തെറ്റും ചെയ്തില്ല. ഇനി മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താൻ ആള് വേണ്ട. ഇനി മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താൻ ആള് വേണ്ട. എൻ്റെ താടിയിലെ ഒരു രോമം നരച്ചു, ഇനി ഇത് പറഞ്ഞു തരും ഞാൻ മരിക്കുമെന്ന്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുമ്പോൾ 17 or 19 മുടിയെ നരച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. നിന്റെ 60 നരച്ചു, നിന്റെ 60 നരച്ചു. ക്ലീൻ ഷേവ് അടിച്ചിട്ട് നടക്കുക. എന്തിനാ? കിളവാന്ന് നാട്ടുകാർ വിളിക്കാതിരിക്കാൻ. പിന്നെ മൈലാഞ്ചി ഇടുന്നവരുണ്ട്, പെയിന്റ് അടിക്കുന്നവരുണ്ട്. നിങ്ങൾ കുടിച്ചോ, കുഴപ്പമില്ല, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഏകദേശം തീരുമാനമായില്ലേ? ഏകദേശം തീരുമാനമായില്ലേ? സന്തോഷമായില്ലേ? ഇനി ബാക്കി 2 എണ്ണം കൂടെ പറഞ്ഞിട്ട് അറ്റാക്ക് വരുത്തുന്നില്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. മസ്ജിദിൻ അള്ളാഹുവിന്റെ പള്ളി റസൂലുള്ള മഹാനായി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പള്ളിക്കകത്ത് ഇമാമത്ത് നിൽക്കുക. സുബഹി നിസ്കരിച്ചിട്ട് സൂറത്തു ത്വാഹയാണ് പാരായണം ചെയ്യുന്നത്. നിസ്കരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ഒരുത്തൻ പള്ളിക്കകത്ത് കയറി വന്നത്. അബൂ ലുഅ മജൂസിയായ മനുഷ്യൻ പള്ളിക്കകത്ത് കയറി വന്നിട്ട് ഇമാമിന്റെ അടിവയറ്റിൽ കത്തികയറ്റി. ഖലീഫയാ, നിങ്ങൾ മനസ്സിലാക്ക്. പള്ളിയിലെ ഇമാമിന്റെ അടിവയറ്റിൽ കത്തികയറ്റി കുത്തി ഇറക്കി. എന്നിട്ട് ഇവൻ ഇറങ്ങിപ്പോകുമ്പോൾ പള്ളിക്കകത്ത് നിസ്കരിച്ചു കൊണ്ടിരുന്ന 7ഓളം വരുന്ന സ്വഹാബികൾ കുത്തുകൊണ്ട് താഴെ വീണു. 7ഓളം വരുന്ന സ്വഹാബികളെയും കുത്തി. എന്നിട്ടാ ഇവൻ ഇറങ്ങിപ്പോയേ. നിങ്ങൾ മനസ്സിലാക്ക്, ആ പള്ളിക്കകത്ത് നിസ്കരിച്ചു കൊണ്ടിരുന്ന ഒരൊറ്റ മനുഷ്യൻ പോലും കൈയഴിച്ചില്ല. അള്ളാഹ് ആ പള്ളിക്കകത്ത് നിസ്കരിച്ചു കൊണ്ടിരുന്ന ഒരൊറ്റ മനുഷ്യൻ പോലും ആ കെട്ടിയെ കൈയഴിക്കാൻ തയ്യാറായില്ല. കാരണം എന്തേ? അള്ളാഹുടെ മുന്നിലാ നിൽക്കണേ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ പള്ളിക്കകത്ത് ഇസ്ലാമിന്റെ ഖലീഫ, എന്റെ പ്രിയപ്പെട്ടവരെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നിസ്കാരത്തിന് വേണ്ടി നിൽക്കാൻ കഴിയാതെ വന്നപ്പോ അവിടെന്ന് വിളിച്ചു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ആരെങ്കിലും ഒന്ന് കേറി ഇമാമത്ത് നിൽക്കണേ, എനിക്ക് നിസ്കരിക്കാൻ കഴിയുന്നില്ല. ആരെങ്കിലും എന്റെ ഞാൻ നിൽക്കുന്ന സ്ഥലത്തൊന്ന് കേറി നിൽക്കണേ. ചരിത്രം പറയുന്ന പുറകെ നിന്ന സ്വഹാബി അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങളാണെന്ന് തോന്നുന്നു. ഏതോ ഒരു സ്വഹാബി മുന്നിലേക്ക് കയറി. ഉമർ തങ്ങൾ കാലിന്റെ ചുവട്ടിൽ കിടന്ന് മരണവെപ്രാളത്തിൽ പിടയുകയാണ്. അപ്പോഴും നിസ്കരിക്കുകയാണ്. കാരണം എന്തെന്നറിയുമോ? കൈ കെട്ടിയിട്ട് പറഞ്ഞത് എന്തെന്നറിയുമോ? ആരുടെ മുന്നിലാണ് നിൽക്കുന്നതെന്നറിയുമോ? ഈ പ്രപഞ്ചം മുഴുവൻ വടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലികുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ ഈ ലോകത്തിന്റെ അധിപനായ അല്ലാഹുവിന്റെ മുന്നിലാ കൈകെട്ടി നിൽക്കുന്നത്. കൈകെട്ടികെട്ടു പറഞ്ഞതെന്താണ്? ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി, സർവ്വതും നിനക്കുള്ളതാ അല്ലാഹ് എന്ന് പറഞ്ഞിട്ടാ നീ കൈകെട്ടിയത്. അതുകൊണ്ട് നമസ്കാരം കളിയല്ല, നമസ്കാരം തമാശയല്ല. ഒരാള് നിസ്കാരം കഴിഞ്ഞ് മുസല്ലയിൽ നിന്ന് എഴുന്നേക്കുമ്പോ ഒന്നുകിൽ അവന് സ്വർഗത്തിലാ, അല്ലെങ്കിൽ അവൻ നരകത്തിലാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു തരുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ മലക്കുകളുടെ ദുആ കിട്ടുന്ന, അല്ലാഹുവിന്റെ മലക്കിന്റെ ദുആ കിട്ടുന്ന രണ്ടാമത്തെ വിഭാഗമാരാ? പള്ളിയിലെ ഉസ്താദ് അവിടുന്ന് ദുആ, അല്ലാഹുവേ പള്ളിയിലെ ഉസ്താദ് അവിടുന്ന് ഫാത്തിഹ ബോധമല്ലോ, വലല്ലാലീൻ ആമീൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇമാം ഫാത്തിഹ ബോധിക്കഴിയുമ്പോ അവിടെ ആമീൻ പറയുമല്ലോ. നിങ്ങളും പറയണേ, നിങ്ങളും പറയണേ. അല്ലാഹുവിന്റെ മലക്കുകളും ആമീൻ പറയുന്നുണ്ട്. ആ മലക്കുകളുടെ ആമീനുമായിട്ട് നിന്റെ ആമീൻ യോജിച്ചാൽ നീ രക്ഷപ്പെട്ടു വാപ്പാ, നീ രക്ഷപ്പെട്ട് ചെറുപ്പക്കാരാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ വിടന്ന് പറയുകയാണ്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലല്ലാലീൻ. പടച്ചവനെ, ഇമാമിന്റെ ആമീൻ, ഇമാം ഫാത്തിഹ മോദിയിട്ട് ആമീൻ പറയുമ്പോ നിങ്ങളും ആമീൻ പറയണേ. ആമീൻ പറയുന്നവന് വേണ്ടി മലക്കുകൾ ദുആ ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ,
അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് മൂന്നാമതായി പറഞ്ഞു തരികയാ. അള്ളാന്റെ റസൂൽ അവിടുന്ന് മൂന്നാമതായി പറഞ്ഞു തരികയാ. അള്ളാഹുവിന്റെ മലക്കുകളുടെ ദുആ കിട്ടുന്ന മൂന്നാമത്തെ മനുഷ്യനാരാ? നിസ്കരിക്കാത്തവരാരുമില്ലല്ലോ, നിസ്കരിക്കാത്തവരാരുമില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, നമസ്കാരം കഴിഞ്ഞാൽ എഴുന്നേറ്റ് പോടല്ലേ, എഴുന്നേറ്റ് പോടല്ലേ. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, അള്ളാന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, നമസ്കാരം കഴിഞ്ഞാ നിങ്ങൾ എഴുന്നേറ്റ് പോടരുത്, മുസല്ലയിലിരിക്കണേ. ഒരു 5 മിനിറ്റെങ്കിലും നിങ്ങൾക്കും ഇരുന്നുകൂടെ? ആ നിസ്കാര പായിൽ നമസ്കരിച്ച സ്ഥലത്ത് ഒരു 5 മിനിറ്റ് നിങ്ങൾക്കും ഇരുന്നുകൂടെ? നിങ്ങൾക്കും ദിക്ർ പറഞ്ഞുകൂടെ? സുബ്ഹാനല്ലാഹ് പറഞ്ഞുകൂടെ? അൽഹംദുലില്ലാഹ് പറഞ്ഞുകൂടെ? അല്ലാഹു അക്ബർ പറഞ്ഞുകൂടെ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൂടെ? അത് കഴിഞ്ഞ് പള്ളിയിലെ ഉസ്താദ് ദുആ ചെയ്യുമല്ലോ, ആ ദുആ ചെയ്ത് സലാം പറഞ്ഞു എല്ലാവരും അവിടുന്ന് ദുആ ചെയ്തു, സലാത്ത് പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, എഴുന്നേറ്റ് ഓടല്ലേ. ഏതെങ്കിലും ഒരു മനുഷ്യൻ നമസ്കാരപ്പായില് നിസ്കാരം കഴിഞ്ഞിരുന്നാൽ അവന് വേണ്ടി അല്ലാഹുവിന്റെ മലക്കുകള് അവനവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നത് വരെ, ആ മുസല്ലയിൽ നിന്ന് എഴുന്നേക്കുന്നത് വരെ അല്ലാഹുവിന്റെ മലക്കുകൾ അവന് വേണ്ടി അല്ലാഹുമ്മ ഗഫിർ ലഹു, അല്ലാഹുമ്മ ഇർഹംഹു, ഇവന് പുറത്തു കൊടുക്കണേ അല്ലാ, ഈ പെണ്ണിനോട് കരുണ കാണിക്കണേ അല്ലാ എന്നും മലക്കുകൾ ദുആ ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിസ്കരിച്ച മുസല്ലയിൽ തന്നെ ഒരല്പനേരം ഇരിക്കണം. നിസ്കാരം കഴിഞ്ഞ് അതേ മുസല്ലയിൽ തന്നെ ഒരല്പനേരം ഇരിക്കണം. ആരാപ്പ ഇരിക്കുക? ഇവിടെ ആമീൻ പറയാ ഇരിക്കണില്ല, ഓട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഉസ്താദ് സുബ്ഹാനല്ലാഹ് പറയുമ്പോ വെളിയിൽ നിന്നിട്ട് ഓടുന്നവനാ. ആരാപ്പ ഇരിക്കണ പള്ളിക്കകത്ത്? ഓടുക. എൻ്റെ പൊന്നാര സഹോദരങ്ങൾ, നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ. ഒന്നാമത്തെ സഫിൽ നിന്ന് നിസ്കരിക്കുന്ന വാപ്പയും സലാം വീട്ടിയ എഴുന്നേറ്റ് തൂണു പിടിക്കും. ഒന്നാമത്തെ സഫിൽ നിന്ന് നിസ്കരിക്കുന്ന വാപ്പയും സലാം വീട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയിട്ട് ഏതെങ്കിലും പരുവുള്ള സ്ഥലത്ത് പോയിട്ട് അങ്ങോട്ട് കാല് നീട്ടിയിട്ടിട്ട് ഇരുത്തവാ. എടാ ചങ്ങാതി, അവിടെ തന്നെ ഇരിക്ക്. നിസ്കാരം കഴിഞ്ഞാൽ നീ പഠിച്ചിട്ടില്ലേ? നിസ്കാരം കഴിഞ്ഞാൽ അസ്തഗ്ഫിറുല്ലാഹ് പറയണ്ടേ, സുബ്ഹാനല്ലാഹ് പറയണ്ടേ, അൽഹംദുലില്ലാഹ് പറയണ്ടേ, അല്ലാഹു അക്ബർ പറയണ്ടേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണ്ടേ, റബ്ബിനോട് ദുആ ചെയ്യണ്ടേ. ഇതെല്ലാം ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് അവിടെ ഇരി. ഒരു 5 മിനിറ്റ് അവിടെ ഇരി. ആരിയ്ക്കുന്നു സഹോദര? ഓട്ടമാ, തെറുതി, ഓടണം, കച്ചവടത്തിന് പോകണം, അതിന് പോകണം, ഇതിന് പോകണം, ഓട്ടം. നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ വാപ്പ, നമ്മുടെ ഉമ്മ, നമ്മുടെ മുൻഗാമികൾ, അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസം വന്നാൽ അവർ മുസല്ലയിൽ വന്നിരിക്കുമായിരുന്നു. പണ്ടുള്ളവരങ്ങനെ ജീവിതത്തിൽ വിഷമവും ദുഃഖവും സാമ്പത്തിക നഷ്ടവും പ്രയാസവും വരുമ്പോൾ പള്ളിക്കകത്ത് വന്നിരുന്ന് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അതിന് പരിഹാരം കാണുമായിരുന്നു. നമ്മളോ കള്ളി ചാപ്പി പോകും, അല്ലെങ്കിൽ റോഡിൻ്റെ ഓരത്തിരുന്നിട്ട് വരിക്കും ഇങ്ങനെ കഞ്ചാവ്. എൻ്റെ പൊന്നാര സഹോദരങ്ങളെ, നിസ്കാരപ്പായിലിരിക്ക്. ആ നിസ്കാരപ്പായിൽ നീ എത്ര നേരം ഇരിക്കുന്നുണ്ടോ അത്രയും നേരം അള്ളാഹുവിൻ്റെ മലക്കുകൾ നിനക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. സുബഹിക്കൊക്കെ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ, നിസ്കാരം കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കുന്ന വാപ്പമാരെ കാണാം. നിസ്കരിക്കാൻ പള്ളിയിൽ പോയിട്ട് സുബഹിക്ക് പോയിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഇരിക്കും. സൂര്യൻ ഉദിക്കുന്നത് വരെ അവിടെ ഇരുന്നിട്ട് ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം വാങ്ങുന്ന ഉപ്പമാരില്ലേ? മഗ്രിബ് നമസ്കാരം കഴിഞ്ഞാൽ പണ്ടത്തെ ഉമ്മമാർ നിസ്കാരം മുസല്ലയിൽ നിന്ന് എഴുന്നേക്കില്ല, ഇശാ വരെ അവിടെ ഇരിക്കും. മഗ്രിബ് നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ യാസീൻ ഓതണം, വാക്യ ഓതണം, സജദ ഓതണം, മുൽക്കോതണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് കാര്യങ്ങൾ ഓതി ഇശാ വരെ നിസ്കാരപ്പായിലിരിക്കുമായിരുന്നു പണ്ടത്തെ ഉമ്മമാർ. ഇപ്പം ടി വിയുടെ ഫ്രണ്ടില. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മൾ മനസ്സിലാക്കേണ്ടത് സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ മലക്കുകളുടെ ദുആയ, അള്ളാഹുവിൻ്റെ മലക്കുകളുടെ ദുആയ നമുക്ക് കിട്ടുന്നത്. ഒരിക്കലും നമ്മളത് മറന്നു പോകരുത്.
മലക്കുകളുടെ ദുആ കിട്ടുന്ന മൂന്നാമത്തെ വിഭാഗം നിസ്കാരപ്പായിലിരിക്കുന്നവരാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഒരു 5 മിനിറ്റെങ്കിലും നിങ്ങൾ ഇരിക്കുക. കൂടുതലൊന്നും ഇരിക്കണമെന്ന് ഞാൻ പറയണില്ല, ഒരല്പനേരമെങ്കിലും ഇരിക്കണം. സമയമുണ്ടെങ്കിൽ എന്തിനാ? അള്ളാഹുവിൻ്റെ മുന്നിലല്ലേ, അള്ളാഹിൻ്റെ പള്ളിക്കകത്തല്ലേ. നബൈത്തുൽ എഴുത്തിക്കാഫ് ബിഹാദൽ മസ്ജിദ്, പള്ളിക്കകത്ത് കയറുമ്പോൾ ഈ എഴുത്തിക്കാഫിൻ്റെ നീയത്ത് ചെയ്തുകൊണ്ട് കയറണമെന്നല്ലേ. അതുകൊണ്ട് നിസ്കാരപ്പായിലിരിക്ക്. നീ എഴുന്നേക്കുന്നത് വരെ മലക്കുകൾ ദുആ ചെയ്യും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ.